ആണല്ലോ എപ്പോഴും നമ്മൾ സഹിക്കുക. കാരണം അത്ര ആ ഇനത്തിൽപ്പെട്ട ആടായതുകൊണ്ട് വല്ലാതെ വിഷമിച്ചു പോയി. കാരണം അത്ര ഇതുള്ള ആടുകളാണ്, നല്ല കറവും നല്ല പാല് കിട്ടുന്ന. സാധാരണ ഒരു കരച്ചിലൂടെ നിന്നും ചെയ്തു. കാൽപ്പാടത്ത് അത് ഇത് കുത്തിച്ചൊക്കെ കാൽപ്പാടായിരുന്നു. പക്ഷെ രാവിലെ വന്ന് കയറി നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഏത് കൂട്ടിന്നാ പിടിച്ച ഈ കൂട്ടുന്നത്. നമസ്കാരം, ഞാനുള്ളത് വയനാട് മേപ്പാടി മൂപ്പയനാട് ലക്കി ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മിനിഞ്ഞാന്ന് ഒരു കർഷകൻ്റെ 2 ആടുകളെ പുലി പിടിച്ച് കൊണ്ടുപോവുകയുണ്ടായി. ഒരെണ്ണത്തിനെ കൊണ്ടുപോയി, ഒരെണ്ണത്തിനെ ഭാഗികമായിട്ട് ഭക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണുള്ളത്. നമുക്കിനി ആ വീട്ടുകാരെ ഒന്ന് നേരിട്ട് കണ്ട് നമുക്ക് ആ ഒരു സംഭവ സ്ഥലം ഒന്ന് നേരിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിനി ആ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമ്മളിനി അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ ആ വീട്ടുകാരനോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇവരുടെ ആട്ടിൻകൂട്ടിൽ കിടന്ന ആടിനെയാണ് പുലി കൊണ്ടുപോയത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അബൂബക്കർ. ഇത് മിനിഞ്ഞാന്നല്ലേ സംഭവം? മിനിഞ്ഞാന്ന്. എത്ര മണിയോടെ ആയിരിക്കും സംഭവം? ഒരു 1:30-2 മണി ആണല്ലേ? രാത്രി തന്നെ അറിഞ്ഞായിരുന്നു? രാത്രി ഇല്ല, രാത്രി അറിഞ്ഞില്ല. അറിഞ്ഞു. പക്ഷേ പെട്ടെന്നുള്ള ഇത്, കാരണം ഞാൻ സാധാരണ ഒരു ശബ്ദം കേട്ട ഓടി വരുന്ന, ടോർച്ച് കൊടുത്തിട്ട് ഓടി വരുന്ന, അന്ന് എന്തോ നീച്ചവിടെ ഇരുന്നു എന്നല്ലാതെ ഇറങ്ങി വന്നില്ല. ചെറിയൊരു പേടി. എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടി ഇറങ്ങരുത്, ഇങ്ങനെ പുലിയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു. നമ്മളെന്താ അത്ര സംഭവം ഇങ്ങനെ നടക്കുന്നത് മനസ്സിലിങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ ഇറങ്ങിയില്ല. അപ്പോൾ ചെറിയൊരു പേടിയെല്ലാം തോന്നിയോണ്ട് അങ്ങനെ നിൽക്കുക ചെയ്തത്. പക്ഷെ രാവിലെ വന്ന് കയറി നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഈ ഭാഗത്ത് അങ്ങനെ പുലിശല്യം ഉള്ളതാണോ? ഇവിടെ പുലി ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്താണ്, ഇവിടെ തൊട്ടടുത്ത സ്ഥലം. ഈ ഹോസ്പിറ്റലിൻ്റെ നേരത്തായ വശത്ത് ഒരു ആടിനെ, വലിയ ആടാ, അതിനെ കൊണ്ടുപോയി പിറ്റത്തെ ദിവസം അവരെ മൊത്തമുള്ളതിനെല്ലാം വിറ്റ് കളഞ്ഞു. കാരണം അത് പുലി വന്നതാണ്, അവരും കണ്ടിട്ടുണ്ട്. അവരും പുലി ഉണ്ടല്ലേ. അപ്പൊ പുലി സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞമ്മക്കോ പേടി കുടുങ്ങിയത്. ഇത് നമ്മളിവിടെ എത്ര ആദ്യമായിട്ടല്ലേ സംഭവം. വാളതൊക്കെ നടന്നു. പക്ഷേ എനിക്കത് അങ്ങോട്ട് ധൈര്യം വന്നില്ല ഇറങ്ങാനും. ചെറിയ എല്ലാവരും പറയുന്നത് പുലിയുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു പേടിയെല്ലാം കൂടി വന്നതോടുകൂടി നമുക്ക് തോന്നി ഇപ്പം ഇറങ്ങിയാൽ ചിലപ്പോൾ അത് പ്രശ്നമാവുന്നുള്ള എനിക്ക്. പക്ഷെ രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ എല്ലാം കൂടി. എത്ര ആടുണ്ടായിരുന്നു ഒരു കൂട്ടിൽ? ആട് 8. ഒരു കൂട്ടിൽ 2 എണ്ണം. അങ്ങനെ അറയാണ് ഇപ്പം നോക്കിയാൽ കാണാം. അപ്പം ഇങ്ങനെ ഒരറയിൽ 2 എണ്ണം. ആ രണ്ടും ഒന്നിനെ മൊത്തം 8 എണ്ണം ഉണ്ടായിരുന്നു. മൊത്തം 8 എണ്ണം. അതിൽ 2 എണ്ണത്തിന് വലിയ ആടായിരുന്നു അല്ലേ? വലിയ ആടായിരുന്നു. വലിയ ആടാ. എങ്ങനെയാ 2 എണ്ണത്തിനെയും കൊണ്ടുപോയോ? അതെയോ? അല്ല, ഒന്നിനെ കൊണ്ടുപോയി, ഒന്നിനെ പകുതി കുഴിച്ചിട്ടുണ്ട്. നമുക്ക് ഏതല്ല കൂടുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഞാൻ ഒരു കൂട് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാണ് ആ ഒരു ആട്ടുംകൂട ഉള്ളത്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകണം. ഇങ്ങനെ കേട്ടോ, ചേട്ടൻ്റെ പറമ്പിലാണ് ഈ ഒരു ആട്ടുംകൂട ഉള്ളത്. ഭാഗത്തൊക്കെ തേയിലത്തോട്ടം കേട്ടോ, മൊത്തം തേയിലത്തോട്ടങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ല. ഇവിടെ അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ലല്ലോ? ഇല്ല, ഫോറസ്റ്റ് ഇല്ല. അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ല. മൊത്തം തേയിലത്തോട്ടമാണ് മെയിനായിട്ട്. തേയിലത്തോട്ടമാണ്. മേപ്പാടി എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങൾ കൂടുതലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ആട്ടിൻകൂട്ടിലാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. പുലിനെ കൊണ്ടുപോയത്. തേയിലത്തോട്ടം പറ്റ മോശമാണ്. ആട്ടിൻകൂട്ടിലോട്ടാണ് പോകുന്നത്. ഈ വലുപ്പമുള്ള ആടിനുണ്ട് അല്ലേ? ഇതല്ല, ഇതിൻ്റെ തുണ ഈ വലുപ്പമുള്ള ഇതിൻ്റെ കുട്ടികളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പെണ്ണാടായിരുന്നു. പെണ്ണ് 2 പെണ്ണായിരുന്നു. രണ്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ നഷ്ടം തന്നെ കേട്ടോ. കാരണം പെണ്ണാടിനെ എല്ലാവരും വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ടായി വിൽക്കാനുള്ള ഒരു കാര്യത്തിനാണ്. പക്ഷേ അതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏത് കൂട്ടിനെ പിടിച്ചേ? ഈ കൂട്ടുന്നത് ഇതിൽ നിന്ന് പിടിച്ചത് എന്താ അറിയാം?
ഇവർക്കിപ്പോൾ അതൊക്കെ വെച്ച് കെട്ടി നമ്മൾ. കാരണം ഇനി ഒരു ഇതുണ്ടാവണ്ടെന്ന് വിചാരിച്ച് സീറ്റൊക്കെ ഇപ്പോൾ നമ്മൾ വെച്ച് കെട്ടിയതാണ്. ഇപ്പോൾ ഇത് ആയതിൻ്റെ ശേഷം അപ്പോൾ എന്താ പറയുക, അവർക്ക് രാവിലെ ഭക്ഷണം ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തിന്നിട്ട് രാത്രി ആകുമ്പോൾ അങ്ങോട്ട് തന്നെ മാറ്റുക. കാരണം നമുക്ക് രാത്രി ആകുമ്പോൾ ആ കൂട്ടിലേക്ക് അങ്ങോട്ട് മാറ്റും. ഓ, അപ്പൊ ഈ ഗ്രില്ലിന്റെ ഇടയ്ക്കോടെ ഇതിന്റെ ഇടയിൽ നിന്ന് വലിച്ചത്. ഓ, ഈ അഞ്ചത്തിന്റെ ഇടയിൽ കൂടെ അടി കൂടെ അല്ലേ? അടിയിലുള്ള ആ ഗ്യാപ്പ് കൂടെയാണ് വലിച്ച്. ഓക്കെ ഓക്കെ. ഇതിന്റെ അടിക്കൂടെ അപ്പൊ തല കടുത്ത പിടുത്തം കിട്ടി. അതാണ് എങ്ങനെ ഈ ആട് പോയിന്നാ ഞാൻ അടിക്കുന്നത്? ഇത്രയും വലിയ ആട് ഇതിന്റെ ഇടയ്ക്കോടെ അല്ലാതെ ആ പോക്കിന് തന്നെ ആട് ചത്തുണ്ടാവില്ല, ഒടിഞ്ഞു പോയിണ്ടാവില്ല. പിന്നെ അത്രയും വലിയ ഇതിൽ കൂടെ അതാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോയി. കാരണം അത്രയും വലിയ ആട് അത്രയും ഗ്യാപ്പിൽ കൂടെ കയറണമെങ്കിൽ അതിനെല്ലാം കൂടി വലിച്ച് എടുത്ത് നുറുക്കി കളഞ്ഞു പൊട്ടിയിട്ട് ഇങ്ങനെ ഒടിഞ്ഞ്. വളരെ ഇതായിട്ട് കണ്ടപ്പോ പിന്നെ അല്ലാതെ ഒരു ഇതായി ഭയങ്കര അതായത് നല്ല തരം ഇതാണ് ആടേ. ശിരോയി വർഗ്ഗമാണ്. ശിരോയി നല്ല പാലും. കഴിഞ്ഞ ദിവസം അവിടെ അപ്പുറം വേറെ ഒരു ആടിനെ പിടിച്ചിട്ട് ആ വീട്ടുകാരൻ ആടിനൊക്കെ മൊത്തം വിറ്റ് വന്നിരുന്നു. അവനക്ക് ഭയങ്കര അതൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. കർഷകരുടെ ഒരവസ്ഥ അല്ലേ. എന്തായാലും കാണിച്ച് ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ അതാണ്. കാരണം അവനും ഇപ്പൊ ഇതുപോലെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് ജീവിച്ചാ അതൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ അത് പറഞ്ഞു. അവൻ ചിരിച്ചിവിടൊക്കെ വന്ന് നോക്കി. ഇതുപോലുള്ള വലിയ ആടായിരുന്നു അവൻ്റെ പോയത്. നല്ലൊരു സാധാരണ ഒച്ച കേൾക്കുമ്പോ ഓടി വരുന്നതാണ്. പിന്നെ എല്ലാരും പറഞ്ഞു പുലിയുണ്ട്, അങ്ങനെ ഒറ്റടിക്ക് ഓടി ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ചെറിയൊരു പേടിയും കുടുങ്ങി. നമുക്ക് ആ പുറത്തുനിന്ന് പോയി നോക്കിയാലോ? ഓ, എടുക്കാം. ശരിക്കും ഇതിപ്പോ എന്താ ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? ആ, ഫോറസ്റ്റ് വന്നിരുന്നു. എന്താ പറഞ്ഞ? ഫോറസ്റ്റ് അവര് വന്ന് നമുക്ക് നോക്കിയൊക്കെ പോയി. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സഹായം ചെയ്തു തരാം എന്നുള്ളതൊക്കെ നല്ല ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതുപോലെ ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്താ? പോസ്റ്റ്മോർട്ടം ചെയ്തതല്ല, പക്ഷേ അതൊരു ഇതിൽ കുഴിച്ചിട്ടൊക്കെയാണ്. അത് ചെയ്ത ഇതിലാക്കാന്നും പറഞ്ഞിട്ട് ഡോക്ടർ ലീവിലായിരുന്നു എന്നും പറഞ്ഞു. എവിടെയൊക്കെ കാൽപ്പാടുണ്ടായിരുന്നു? കാൽപ്പാട് അത് ഈ ഇത് കുത്തിച്ചൊക്കെ കാൽപ്പാടായിരുന്നു. നല്ല മഴയല്ലേ പെയ്തു. 2-3 ദിവസം ഇതുണ്ടോ, ഇത് കുത്തിയെടുത്തൊക്കെ ഇതായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കാൽപ്പാട്. ഇത് ഇവിടുന്നാണ് ഒന്നിനെ പിടിച്ചത്, ഒന്നിനെ പിടിച്ചു. അങ്ങനെ ഇവിടുന്ന് പിടിച്ച മൂലയിൽ നിന്നാണ് ഒന്നിനെ കൊണ്ടുപോയത്. ഒന്നിനെ ആ ഗ്യാപ്പിൽ കൂടെ വലിച്ചത്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഒന്നിനെ പിടുന്നു. ഇതിലെ തലയിട്ട് അതിന്റെ തലയ്ക്ക് കടിച്ച് എടുക്കുമായിരുന്നു. ആ ഒരു സ്ഥിതിയിലാണ്. ഇനി നമുക്ക് ആ മിനിങ്ങാന്ന് നടന്ന ആ ഒരു ദൃശ്യങ്ങളൊന്ന് ജസ്റ്റ് കാണാം. അതായത് ആടിൻ്റെയും അതുപോലെ തന്നെ അന്ന് നടന്ന ആ ഒരു ഇവിടെ കിട്ടിയ കാൽപ്പാടും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സാധാരണ ഒരു കരച്ചിലൂടെ നിന്നും ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, അതാണ് മിനിങ്ങാന്ന് ഇവിടെ നടന്നത്. ഇപ്പം നമ്മളുള്ള ആ കൂടിൻ്റെ പുറത്തെ സൈഡിലാണ്. ഈ കൂടിൻ്റെ ഒരു ആടിനെ ഈ ഒരു ഭാഗത്തു നിന്നും ഇതിൻ്റെ അടിയത്തെ ഈ ഭാഗത്തു നിന്ന് പിടിച്ച് ഒരാടിനെ ഇത് ഇവിടുന്നല്ലേ ഇവിടുന്നല്ലേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോടെ ആട്ടോ പിടിച്ചേ.
നല്ല സേഫായിട്ടുള്ളൊരു കൂടാണ്. പക്ഷേ എങ്കിൽ പോലും പുലി അതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് ആടിൻ്റെ കാലിലോ അല്ലെങ്കിൽ തലയിലോ കടിച്ച് വലിച്ച് അതിൻ്റെ ഇടയ്ക്കോടെ ഞെരുക്കിയാണ് പുറത്തേക്ക് ചാടിച്ച് ഉറുക്കി കളഞ്ഞല്ലേ. എവിടെ കിടന്ന് പീസ് ഇവിടെ ഇവിടെ കിടന്ന് ഇവിടെ തന്നെ ഇട്ട് ഭക്ഷിച്ചല്ലേ. ഇവിടെ ഇട്ടിട്ടാണ് പകുതി മുക്കാലും തിന്നത്. പിന്നെ കൊണ്ടുപോയത് അതിത്താട് വന്നു, അതിനകത്ത് ആടിനെ പിടിച്ച് കൊണ്ടുപോയത്. ഇവിടുന്ന് അടുത്തൊന്നും ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അടുത്തൊന്നും ഫോറസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ചെമ്പ്ര ആ ഭാഗത്തൊക്കെ അല്ലേ ഉള്ളൂ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ, അല്ലാതെ ഈ അടുത്തൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, വേറെ ഒന്നുമില്ല, എല്ലാം തേയിലത്തോട്ടം അല്ലേ. തേയിലത്തോട്ടമാണ് അല്ലേ ചുറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വശമൊക്കെ തേയിലത്തോട്ടമല്ലേ. ഫുൾ വീടുകളുണ്ട്, ഫുള്ളായിട്ട് വീടുകളാണ്, ഇഷ്ടംപോലെ വീടുള്ളതാണ്. ചെറുപ്പുറ വീട്. ഇപ്പോൾ ഇവിടുന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഇവിടുന്ന് 2 പട്ടികളെ കൊണ്ടുപോയി. അപ്പോൾ സംഭവം ഉണ്ട് സ്ഥിരമായിട്ട്. അതാണ് നമുക്ക് പേടി തുടങ്ങി. അതിനത് തൊട്ട വീട് ഇതാ അവിടുന്ന് ആ വീട്ടിൽ നിന്നാണ് 2 പട്ടികളെ കൊണ്ടുപോയത്. നല്ല ഉശിരം അവിടെ ഇട്ട് തന്നെ തിന്നോ? അങ്ങനെ ഒന്നിനെ ഇതുപോലെ തിന്നു, ഒന്നിനെ വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസോ പടങ്ങളും എല്ലാം ഉണ്ടോ? അത് എടുത്ത് വെച്ചോ. നല്ല അയാൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയി ഇന്ന് രാവിലെ പോയി. നല്ല 2 പട്ടികളായിരുന്നു. നമ്മൾക്ക് ഇവിടെയൊക്കെ ഒരു നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കും. കാരണം നല്ലൊരു ഇതായിരുന്നു നമ്മളോടും. നല്ല പട്ടികളും സ്ഥിരം പട്ടികൾ. ഞാൻ എൻ്റെ ദൃശ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിടിച്ച് നേരെ ഇതിലെ ഇങ്ങനെ വലിച്ചു കൊണ്ടേക്കും, ഇങ്ങനെ വലിച്ച് മുകളിൽ കൂടെ കൊണ്ടുപോയി വീടിൻ്റെ മുറ്റത്തോടെ തന്നെ. അല്ല, ഇതിലെയാണ് കയറിയിട്ടില്ല. ഇതിലെങ്ങനെ കയറിയിട്ട് ഇതിലെങ്ങനെ കയറിയിട്ട് പാടുണ്ടല്ലേ. ഇതിലെങ്ങനെ കയറിയിട്ട് ചെമ്പകം മരണ്ട്, അതിൽ കൂടെ അവിടെ ഇതുണ്ട്, അതിലാണ് കയറിയിട്ട് ഇതിലെങ്ങനെ കയറിയിട്ട് വലിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം അവിടെയൊക്കെ ബ്ലഡിൻ്റെ ഇതുണ്ടായിരുന്നു. എവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ അവര്? ക്യാമറ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ വനംവകുപ്പ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാമറ വെച്ചിട്ടുണ്ട്. അത് വൈകിട്ടേ ഓണാക്കുള്ളായിരിക്കും അല്ലേ, പകലുണ്ടാവില്ലല്ലോ. അതറിയില്ല, ഇപ്പം അവരിപ്പോൾ വന്ന് പോയി രാവിലെ. പൊതുവെ അങ്ങനെയാണ്, രാത്രി വന്നിട്ട് ഓണാക്കുമല്ലേ. അല്ലെങ്കിൽ വൈകിട്ട് പകൽ നമ്മൾ പോകുന്നൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഇതാട്ടോ വീട്. ഇവിടെ എല്ലാം കവുങ്ങ് തോട്ടവും മറ്റ് സംഭവങ്ങളൊക്കെയാണ്. മറ്റ് ഒന്നുമില്ല. ഒരു പുലിക്ക് വരാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. ഫോറസ്റ്റ് ഒന്നും അടുത്തില്ല. ഈ തേയിലത്തോട്ടത്തിലാണ്. ഈ തേയിലത്തോട്ടത്തിലൊക്കെ സ്ഥിരമായിട്ട് പുലി ഉണ്ടെന്നാട്ടോ പറയുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും പുലിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനാണ് പലരും ഈ പട്ടിക്കടുവ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പുലി തന്നെയാണ് ഈ പട്ടീനെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് പട്ടിക്കടുവ എന്ന് ഇവർ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പോവാണ്. ഇവിടെ കടന്നിട്ട് അവിടെ കടന്നിട്ട് ഇതിലെങ്ങനെ കയറിയപ്പോഴൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിച്ചോണ്ട് പോയി, ഇങ്ങനെ വലിച്ചങ്ങനെ കൊണ്ടുപോയിട്ട് തേയില അവിടെ കയറിയതൊക്കെ കാണാം. മൊത്തം തേയിലത്തോട്ടമായിട്ടുള്ള സ്ഥലമാണ്, ഫോറസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇതിലിങ്ങനെ കൊണ്ടേക്കാണോ? ഇതിലെങ്ങനെ കൊണ്ടുപോയിട്ട് കയറിയ സ്ഥലം ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങി പോകുന്നൊരു വഴി. അതാണ് ഇവിടെ ചിലപ്പം കാൽപ്പാട് കാണാൻ സാധ്യതയുണ്ട്. ഇവിടെയാ ഇതിലാണ് കയറി വലിച്ചോണ്ട് ഇവിടേക്ക് ബ്ലഡ് ഉണ്ടായിരുന്നു. ഇതിലെങ്ങനെ കയറിയിട്ട് ഇതിലാണ് വലിച്ചു കൊണ്ടുപോയത്. ഇവിടേക്ക് ഉണ്ടായിരുന്നു പാട് കാലിൻ്റെ. മഴ പെയ്തോണ്ടല്ലേ, മഴ പെയ്തോണ്ട് മൊത്തം പോയതല്ലേ. നല്ല മഴയല്ലേ ഇത്. നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. എന്തോ അവര് മേടിച്ച് തരാം, നമുക്ക് നോക്കാം, കഴിവിൻ്റെ പരമാവധി ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ ഈ അടുത്ത് പോയ ആടിൻ്റെ അവർക്കൊക്കെ എന്താ ഒന്നും കിട്ടിയില്ല. അതാണ് അവൻ ഇന്നലെ വന്നിട്ട് പറയാൻ കാരണം. അത് എവിടെ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊക്കെ കൊടുക്കാനുള്ള ഫയലാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നത്. ഏതായാലും കർഷകന് പോകാനുള്ള പോയില്ലേ? അല്ല, നോക്കിയില്ല, എപ്പോഴും നമ്മൾ സഹിക്കുക. കാരണം അത്ര ആ ഇനത്തിൽപ്പെട്ട ആടായതുകൊണ്ട് വല്ലാതെ വിഷമിച്ചു പോയി. കാരണം അത്ര ഇതുള്ള ആടുകളാണേ. നല്ല കറവും നല്ല പാല് കിട്ടുന്ന ഇതാ. ഒരു നേരം 1 ലിറ്റർ കറന്നാൽ തന്നെ പിന്നെയും ബാലൻസ് ഉണ്ടാവും. കറക്കാതെ വിടല്ല, വൈകുന്നേരം പിന്നെയും കറക്കും. അത്രയും പാലുള്ള സൈസാണ്. നല്ല ഇനം ആടല്ലേ. എന്തായാലും ഒരു 10-15 രൂപയൊക്കെ വില ഉള്ളതല്ലേ? 15 അല്ല അല്ലല്ലേ, നമ്മൾ കൊടുത്തതൊക്കെ ഇപ്പോൾ നല്ല വിലക്കാണല്ലേ.
പിന്നെ മൊത്തത്തിൽ കൂടുന്ന പറഞ്ഞാൽ നിറയേടായിരുന്നു. ആണല്ലേ? ഞങ്ങൾ വിറ്റ് ഒഴിവാക്കിയിട്ട് നല്ല ഇനം നോക്കിയിട്ട് എടുത്താലേ നല്ല ഇനം നോക്കിയിട്ട് വാങ്ങിയിട്ട് നിർത്തിയതാണ്. ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടല്ലോ, അല്ലെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇത്രയൊക്കെ തന്നെയാണ് നമുക്കും കാണിക്കാനുള്ളത്. വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുവാണ് വയനാട്ടിലും മറ്റ് മലയോര പ്രദേശങ്ങളിലൊക്കെ. ഇവിടെ നിന്നൊരു ഫോറസ്റ്റ് പോലും ഇല്ല അടുത്തൊന്നും. ഇവിടെ നിന്ന് ഒരു ഫോറസ്റ്റൊക്കെ ഒരു 10-15 കിലോമീറ്റർ അപ്പുറമെങ്കിലും ഒരു ചെമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം, ആ ഭാഗത്തൊക്കെ ഉള്ളൂ ഫോറസ്റ്റൊക്കെ. ഇതെല്ലാം തേയിലത്തോട്ടമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു വനമല്ല. അപ്പോൾ ഈ ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഈ ഒരു കർഷകൻ്റെ 2 ആടിനെ മിനിഞ്ഞാന്ന് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പുലിയാന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടെ. വനം വകുപ്പ് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാൽപ്പാടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. കഷ്ടപ്പെട്ട് വളർത്തുമൃഗങ്ങളെയൊക്കെ, ആടിനെയും പശുവിനെയും അതുപോലെ തന്നെ പട്ടീനെയൊക്കെ ഇങ്ങനെ പുലിയും കടുവയൊക്കെ കൊണ്ടുപോവുകയാണ്. ജനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും കൃഷി ഉപേക്ഷിക്കുന്നു. ആനയുടെ ശല്യം ഒരു സൈഡിൽ, അതുപോലെ തന്നെ ഇപ്പോൾ പുലിയും കടുവയും ഒക്കെ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കർഷകനും പറഞ്ഞു ഈ ആടിനെ കൊടുക്കാൻ വിറ്റ്. കാരണം നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി വരില്ലേ, മുതൽ പോവല്ലേ. അപ്പോൾ അത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പോൾ സംഭവം. അത്രയും നല്ല ആടുമാണ്. അപ്പോൾ അതിന് കൊടുക്കാൻ വിഷമമുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പോൾ നോക്കുമ്പോൾ വേറെ വഴിയില്ല. ഇത് തന്നെയാണ് എല്ലാ കർഷകരും ചെയ്യുന്നത് ഇപ്പോൾ കേട്ടോ. കർഷകരെല്ലാം കൃഷി നിർത്തി പോവുകയാണ്. എല്ലാവരും വേറെ നിവൃത്തിയില്ലാതെ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുലിനെയും ആനേനെയൊക്കെ നാട്ടിലിറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൃഗങ്ങളെയൊക്കെ ഇവിടുന്ന് തുരത്തി കാട്ടിലേക്ക് കയറ്റി വിടുക. എന്നിട്ട് ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ ഉള്ളൊരവസരം ഒരുക്കുക. ഇത്രയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.